നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു, ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു. ന്യൂ ഓർഡർ പുതിയ ഉത്തരവ് എന്ന് പേരിട്ട പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ഹസൻ നസറുള്ളയെ വധിച്ചത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതിനകം ഇന്നലെ ബെയ്റൂത്തിൽ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഹസൻ നസറുള്ളയുടെ മൃതദേഹത്തിനു വേണ്ടി പരിശോധനകൾ തുടരുന്നുവെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ഹസൻ നസറുള്ളയുമായുള്ള ആശയവിനിമയം പൂർണ്ണമായി തകർന്നുവെന്ന് ഹിസ്ബുള്ള ഔദ്യോഗികമായി പറഞ്ഞു. ഹസൻ നസറുള്ള എവിടെയെന്നറിയില്ല എന്നാണ് ഹിസ്ബുള്ള പ്രതികരിക്കുന്നത്. ഹസൻ നസറുള്ള ജീവിച്ചിരിപ്പുണ്ടോ എന്ന പരിശോധന ഇറാനും നടത്തിയിരുന്നു. ഹസൻ നസറുള്ളയെ യാതൊരു വിധത്തിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് ഇറാനും വ്യക്തമാക്കി. ഇസ്രായേലിന് യാതൊരുവിധ സംശയവുമില്ല. ഇന്നലെ ദഹിയയിൽ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേർക്ക് നടന്ന ആക്രമണങ്ങളിൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു. പതിറ്റാണ്ടുകൾ ഹിസ്ബുള്ള എന്ന സംഘടനയെ തന്റെ കൈപ്പിടിയിലൊതുക്കി മുന്നോട്ട് നയിച്ച ഹിസ്ബുള്ള തലവനെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായതും ഇന്നലെ എന്ന ഒരൊറ്റ ദിവസം. UN പൊതുസഭയെ ബെഞ്ചമിൻ നെതന്യാഹു അഭിസംബോധന ചെയ്യുന്ന അതേ സമയം തന്നെ ഹസൻ നസറുള്ളയെ വധിക്കാനായി ഇസ്രായേൽ തെരഞ്ഞെടുത്തു. ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ട രാത്രി ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമായിരുന്നു. ഒരു വശത്ത് ബെയ്റൂത്ത് ദഹിയ കേന്ദ്രീകരിച്ചുള്ള അതിശക്തമായ ബോംബാക്രമണങ്ങൾ, മറുവശത്ത് ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേർക്കുള്ള മിസൈൽ ആക്രമണങ്ങൾ. നസറുള്ളയ്ക്കൊപ്പം ഇന്നലെ കൊല്ലപ്പെട്ടത് നിരവധി ഹിസ്ബുള്ള മേധാവികൾ. ഹിസ്ബുള്ളയുടെ മിസൈൽ മേധാവി അടക്കം ഇന്നലെ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഹസൻ നസറുള്ളയുടെ മകൾ സൈനബും ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സമാനതകളില്ലാത്ത വിധം ഹിസ്ബുള്ളയെ തകർത്തെറിയാൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്ന രാത്രിയാണ് ഇന്നലെ കൊഴിഞ്ഞു വീണത്. പകച്ചു നിൽക്കുന്ന ഹിസ്ബുള്ള പോരാളികളെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഒരു വശത്ത് ഇസ്രായേലിനെ തച്ച് തകർക്കാൻ ഇറങ്ങിത്തിരിച്ച ഹസൻ നസറുള്ളയും ഹിസ്ബുള്ള തീവ്രവാദികളും. ആദ്യഘട്ടത്തിൽ ചെറു റോക്കറ്റ് ആക്രമണങ്ങളിൽ തുടങ്ങി ശക്തമായ റോക്കറ്റ് ആക്രമണങ്ങളിലേക്ക് ഹിസ്ബുള്ള തിരിഞ്ഞു. 1982 മുതൽ 2000 വരെ തെക്കൻ ലെബനനിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു ഇസ്രായേൽ സേന. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരുന്ന ആ പ്രദേശങ്ങളിൽ നിന്ന് 2000-ലാണ് ഇസ്രായേൽ പിൻവാങ്ങുന്നത്. 2000-ൽ തങ്ങളുടെ ശക്തമായ പ്രതിരോധവും ആക്രമണങ്ങളും കൊണ്ടാണ് ഇസ്രായേൽ ലെബനൻ മണ്ണിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിക്കുന്നു. അന്നു മുതൽ അറബ് രാജ്യങ്ങളിലെ തീവ്രവാദികളുടെ മനസ്സിൽ ഹസൻ നസറുള്ള വലിയ നേതാവായി വളർന്നു. ഹസൻ നസറുള്ള എന്ന ഒറ്റ വ്യക്തിയിലൂടെയാണ് ഇറാൻ ഹിസ്ബുള്ള എന്ന ക്രൂര സംഘടനയെ പടുത്തുയർത്തിയത്. അവർക്ക് വേണ്ട ആയുധങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിക്കൊടുത്തതുതും ഇറാൻ തന്നെ. ഇസ്രായേലിനെ തകർത്ത് അറബ് രാജ്യങ്ങളെ കൂടുതൽ ശക്തമാക്കും എന്ന് ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനം. 1983-ൽ ബെയ്റൂത്തിലെ UN എംബസിക്ക് നേർക്ക് നടന്ന ആക്രമണം, തുടർന്ന് അമേരിക്കൻ ഫ്രഞ്ച് ബാരക്കുകൾക്ക് നേരെ നടന്ന ബോംബാക്രമണങ്ങൾ, അതിനൊക്കെ പിന്നിൽ ഹസൻ നസറുള്ളയുടെ കരങ്ങളുണ്ട് എന്ന് അമേരിക്കയ്ക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്നലെ ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് നടത്തിയ അതിശക്തി ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേൽ ഉറപ്പിച്ചിരുന്നു. ഒരു വശത്ത് താൽക്കാലിക വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വരുമ്പോഴും മറുവശത്ത് ഹസൻ നസറുള്ളയെ വധിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ രൂപപ്പെടുത്തി. UN പൊതുസഭയിൽ ഹിസ്ബുള്ളയോട് തങ്ങൾ ക്ഷമിക്കില്ല, ഹിസ്ബുള്ളയെ എന്നേക്കുമായി നശിപ്പിക്കും എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ഒരു ലോകശക്തിക്കും തങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നാണ് ഇന്നലെ നെതന്യാഹു പ്രസംഗിച്ചത്. ആ പ്രസംഗം അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെ ലോകം കേൾക്കുന്നത് ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചു എന്ന വാർത്തയാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെ കഴിഞ്ഞ ഒരാഴ്ചയായി ലെബനിൽ തുടരുന്ന സൈനിക നടപടികൾ. ഹസൻ നസറുള്ളയെ വധിക്കുന്നത് വഴി നിർണായകമായ വിജയമാണ് ഇപ്പോൾ ഇസ്രായേൽ കൈവരിച്ചിരിക്കുന്നത്. 5 ഹിസ്ബുള്ള കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചിരിക്കുന്നു. ഹിസ്ബുള്ള പോരാളികൾ തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായി തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ് മറുവശത്ത്. പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെ ഇസ്രായേൽ നേടിയെടുത്തത് സമാനതകളില്ലാത്ത മറ്റൊരു തലം. മാനസികമായി ഹിസ്ബുള്ള തീവ്രവാദികളെ തളർത്തിക്കൊണ്ടായിരുന്നു യുദ്ധത്തിന് തുടക്കമിട്ടത്. ആദ്യഘട്ടത്തിൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഒന്നൊന്നായി ഇസ്രായേൽ തകർത്തെറിഞ്ഞു. ഏകദേശം 300ഓളം റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇതിനകം തന്നെ ഇസ്രായേൽ തകർത്തത്. ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന ആയുധപ്പുരകളും ആയുധ ഫാക്ടറികളുമൊക്കെ കത്തിച്ചെറിഞ്ഞു
ഇസ്രയേൽ. മറുവശത്ത് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളുടെ സപ്ലൈ ചെയിൻ പൂർണ്ണമായും നിർത്തിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ഇറാനെ പരിഭ്രാന്തിയിലാഴ്ത്തി യാതൊരുവിധ പ്രതികരണങ്ങളുമില്ലാതെ നിസ്സംഗരായി നിർത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു. ഇറാനുമേൽ തങ്ങളുടെ നീളൻ കൈകളുണ്ട് എന്ന് UN പൊതുസഭയിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെതിരെ ഒരു പോരാട്ടത്തിന് ഇറാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും എന്നും നെതന്യാഹു ഓർമ്മപ്പെടുത്തി. ഇപ്പോൾ ലോകം കേൾക്കുന്നത് നടുക്കുന്ന വാർത്തകൾ തന്നെയാണ്. ഇതുവരെ ഹസൻ നസറുള്ളയായിരുന്നു ഹിസ്ബുള്ളയുടെ എല്ലാമെങ്കിൽ ആ ഹസൻ നസറുള്ളയെ ഇസ്രയേൽ വധിച്ചിരിക്കുന്നു. ഒപ്പം ഹസൻ നസറുള്ളയുടെ മകൾ സൈനബും വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.